പ്രദീപ് എം ജീവൻ ടീച്ചർ, ഇന്ത്യയുടെ പ്രസിഡന്റ് മണിക്കുട്ടൻ, സ്റ്റാഫ്, എത്തിച്ചേർന്നിരിക്കുന്ന രക്ഷകർത്താക്കളെ, കുട്ടികളെ, മാധ്യമപ്രവർത്തകരെ, പ്രിയമുള്ള പൂർവ്വ വിദ്യാർത്ഥികളെ, രക്ഷകർത്താക്കളെ, നമ്മുടെ സ്കൂളിൻ്റെ 46ാമത് വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഇതിൻ്റെ പതാക ഉയർത്തലിന് വേണ്ടി യുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ PG മണിക്കുട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു. കൈയടിച്ചോ. Salute the flag. അടിച്ചോ. പരിപാടികളും നമ്മുടെ പ്രിയങ്കരനായ ശ്രീ VS പ്രകാശ് സാറിൻ്റെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷനുമാണ് ഇപ്പോൾ ഇന്ന് നമ്മുടെ സ്കൂളിൽ നടക്കുവാൻ പോകുന്നത്. ആദ്യമായി പതാക ഉയർത്തൽ പൂർത്തീകരിച്ചു. ഇനി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചില കലാപരിപാടികൾ ആരംഭിക്കുകയാണ്. അതിനെ തുടർന്ന് പൊതുസമ്മേളനവും തുടർന്ന് അവാർഡ് ദാനവും കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ്. ആദ്യമായി കുഞ്ഞുങ്ങളുടെ രസകരമായ ചില പരിപാടികൾ, കലാപ്രവർത്തനങ്ങൾ എല്ലാം കാണുവാനായി നമുക്ക് ഹാളിലേക്ക് പോകാം. നമസ്കാരം. मानव मन में परिशुद्धि लेने सत्यम शिवं तव चैतन्य देना सुंदर भावना मन में
करेंगे मानव मन में परिशुद्धि लेने सत्यम शिवम तव चैतन्य देना. ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷൻ PTA പ്രസിഡന്റ് ശ്രീ PG മണിക്കുട്ടൻ, യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിരിക്കുന്ന SNDP യൂണിയൻ സെക്രട്ടറി ശ്രീ സുരേഷ് കോട്ടയ്ക്കകത്ത് അവർ, ബഹുമാനപ്പെട്ട HM ശ്രീമതി ജെയ്മി ടീച്ചർ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, രക്ഷിതാക്കളെ, നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയിട്ടുള്ള മറ്റ് സ്കൂളിലെ അധ്യാപകര്, പൂർവ്വ അധ്യാപകര്, പൂർവ്വ വിദ്യാർത്ഥികള്, രക്ഷിതാക്കള്, കുഞ്ഞുമക്കളെ, എല്ലാവർക്കും നമസ്കാരം. നാം ഇന്നിവിടെ സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്കൂളിൻ്റെ 46ാമത് വാർഷികവും 36 വർഷത്തെ സ്തുത്യർഹമായ അധ്യാപന ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ഏറെ പ്രിയങ്കരനായ ശ്രീ PS പ്രകാശ് സാറിൻ്റെ യാത്രയയപ്പ് സമ്മേളനവുമാണ് ഇന്നിവിടെ നടത്തുന്നത്. ഈ വേളയിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നവർക്ക് സ്വാഗതം ആശംസിക്കുക എന്നതാണ് എന്നിൽ അർപ്പിച്ചിരിക്കുന്ന കർത്തവ്യം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യമായി ഈ യോഗത്തിന്റെ അധ്യക്ഷത വലഞ്ഞിരിക്കുന്ന ഏറെ പ്രിയങ്കരനായ PTA പ്രസിഡന്റ്, നമ്മുടെ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മോടൊപ്പം നിന്ന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ശ്രീ PG മണിക്കുട്ടൻ അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ഒപ്പം നിൽക്കുകയും ഈ സ്കൂളിന്റെ ലോക്കൽ മാനേജറുമായ SNDP യോഗം ഇടുക്കി യൂണിയന്റെ സെക്രട്ടറിയുമായ ശ്രീ സുരേഷ് കോട്ടയ്ക്കകത്ത് അവരെ ഈ യോഗത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി SNDP യോഗത്തിന്റെ കീഴിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഉന്നമനത്തിനായി വേണ്ട നിർദ്ദേശങ്ങൾ നൽകി നിയന്ത്രിച്ചു വരുന്ന വിദ്യാഭ്യാസ സെക്രട്ടറി ശ്രീ EG ബാബു സാർ, അദ്ദേഹത്തിന് ഇന്നിവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി ഈ സ്കൂളിന്റെ പ്രധാന അധ്യാപികയും നമ്മളെ എല്ലാവരെയും വേണ്ട മാർഗനിർദ്ദേശം തന്ന നമ്മളിൽ ഒരാളായി നിന്ന് പ്രവർത്തിക്കുന്ന ശ്രീമതി ജെയ്മി ND ടീച്ചറെയും ഈ യോഗത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി മുഖ്യപ്രഭാഷണത്തിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ MM പ്രദീപ് സാർ, നമ്മുടെ സ്കൂളിന്റെ പ്രവർത്തന കാര്യങ്ങൾക്ക് വേണ്ട സഹായ സഹകരണത്തോടെ നമ്മോടൊപ്പമുള്ള സാറിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി വിദ്യാഭ്യാസ സന്ദേശം നൽകാൻ ഇവിടെ എത്തിച്ചേരാമെന്നിരുന്ന റേഡിയോ മാഡമാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. മാഡത്തിന്റെ അസാന്നിധ്യത്തിൽ മാഡത്തെയും സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി അടിമാലി BRCയിലെ BPC ആയിട്ടുള്ള ശ്രീമതി അപർണ നാരായണൻ, മാഡത്തിനും ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. മാഡത്തിന്റെ അസാന്നിധ്യത്തിലും മാഡത്തിന് സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി നമ്മുടെ സ്കൂളിന്റെ 46ാമത് വാർഷികാഘോഷവും നടക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 36 വർഷമായി ഈ സ്കൂളിന്റെ ഓരോ വളർച്ചയിലും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുകയും ധാരാളം ശിഷ്യസമ്പത്തിനുടമയും എല്ലാവരോടും ഒരു സുഹൃത്തിനെ പോലെ ഇടപെടുകയും എപ്പോഴും ചിരിച്ച മുഖവുമായി നിൽക്കുന്ന എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീ PS പ്രകാശ് സാറിന്റെ 36 വർഷത്തെ സുദീർഘമായ അധ്യാപന ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന സാറിന്റെ യാത്രയയപ്പ് സമ്മേളനവും കൂടിയാണ് ഇന്നിവിടെ നടത്തുന്നത്. സാറിനെയും ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി ആശംസകൾ അർപ്പിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള SNDP ചുരുളി ശാഖാ പ്രസിഡന്റ് ശ്രീ കലേഷ് രാജ് തിരുപ്പിൽ അവർ, സ്കൂളിന്റെ എല്ലാ കാര്യത്തിലും സജീവമായി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി SNDP ചുരുളി ശാഖാ സെക്രട്ടറിയായ ശ്രീ MN ഷൺമുഖദാസ്, സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾ നമ്മോടൊപ്പം നിൽക്കുന്ന അദ്ദേഹത്തിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി SNDP ഇടുക്കി യൂണിയൻ കൗൺസിലർ ശ്രീ അനീഷ് പച്ചിലാകുന്നെ അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ ബിനോയ് വർക്കി ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല.
സാറിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇടുക്കി യൂണിയൻ കൗൺസിലറായ ശ്രീ മനീഷ് കുടിക്കാത്ത അവர்களെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി നമ്മുടെ പ്രിയങ്കരിയായ വാർഡ് മെമ്പർ ശ്രീമതി അനിറ്റ് ജോഷി സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി വേണ്ട സഹായ സഹകരണങ്ങൾ ലഭ്യമാക്കിയിട്ടുള്ള മേഡത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം പറയാനുള്ളത് സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിട്ട് സഹകരിച്ചു നിൽക്കുന്ന MPTA ചെയർപേഴ്സൺ ശ്രീമതി ശശികല സന്തോഷിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതാശംസിക്കുന്നു. അടുത്തതായി സ്കൂളിന്റെ ലീഡർ അർജുൻ KR, സെക്രട്ടറിയായ നൈനിക മണിലാൽ, മറ്റെല്ലാ കുട്ടികളെയും രക്ഷിതാക്കളെയും എൻ്റെ സഹപ്രവർത്തകരെയും മറ്റ് സ്കൂളിൽ നിന്ന് എത്തിയിട്ടുള്ള ടീച്ചേഴ്സ്, മുൻ വർഷങ്ങളിൽ ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ള അധ്യാപകർ എല്ലാവരെയും ഒന്നുകൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ സ്കൂളിലെ 46ാമത് വാർഷികമാണ് നിർവഹിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്കൂളുണ്ടായി 10 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കുള്ള ഒരു അധ്യാപകൻ്റെ ഇതിലേക്ക് ചടങ്ങ് കൂടി 36 വർഷത്തെ സർവീസ് കഴിഞ്ഞാണ് സാർ നമ്മുടെ സ്കൂളിൽ 46 വയസ്സ് കഴിഞ്ഞ സ്കൂളിൽ 36 വയസ്സായ സാറിൻ്റെ സ്കൂളിലുള്ള കാലയളവ് ഞാനിവിടെ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും പല ആവശ്യങ്ങൾക്കായിട്ട് സ്കൂളിലെ സെമിനാറുകൾക്കും കയറി വരുമ്പോൾ എന്നെ ഏറ്റവും ആകർഷിച്ചിട്ടുള്ളത് പ്രയാസാറിൻ്റെ ഒരു സമയമാണ്. പ്രയാസാർ സ്കൂളിലെ അധ്യാപകൻ മാത്രമല്ല, നല്ലൊരു പൊതുപ്രവർത്തകൻ, ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. അത്തരം മേഖലകളിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതേ നേരത്തില്ല നിരവധി ആളുകൾ സാറിന് ആശംസകൾ ഞങ്ങൾ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് സാറിൻ്റെ വിശ്രമ ജീവിതം നല്ലൊരു സാമൂഹ്യ പ്രവർത്തനത്തോടു കൂടിയുള്ള ഒരു നല്ല വിശ്രമ ജീവിതം ആശംസിച്ചുകൊണ്ട് സ്കൂളിൽ 46ാമത് വാർഷികത്തിന് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതിനായി സുരേഷ് കോട്ടയം. നമ്മുടെ സ്കൂളിൻ്റെ വാർഷിക സമ്മേളനം പ്രതീക്ഷിച്ച് വഹിക്കുന്ന ഈ സ്കൂളിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ മണിക്കുട്ടൻ, ദീർഘകാലത്തെ അധ്യാപന വൃത്തിക്ക് ശേഷം ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ നിന്ന് വിരമിക്കുന്ന ഈ നാടിനും SNDP സ്കൂൾസിനും ഏറെ പ്രിയപ്പെട്ട എല്ലാവരുടെയും പ്രിയങ്കരനായ
പ്രകാശൻ സാറ്, കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്നേഹ ബഹുമാനായ ശ്രീ എം പ്രദീപ് അവർ, സ്നേഹാദരണീയനായ SNDP ഇടുക്കി യൂണിയന്റെ കൗൺസിലർ ശ്രീ മനേഷ് കുടിക്കയത്ത് അവർ, ഈ സ്കൂളിൻ്റെ പൂർവ അവകാശി ചുരുളി SNDP യോഗം ശാഖയുടെ പ്രസിഡന്റുമായ ശ്രീ കലേഷ് രാജു, ബഹുമാന്യ സെക്രട്ടറി ശ്രീ MN ഷൺമുഖദാസ്, ഏറെ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് മെമ്പർ പ്രിയപ്പെട്ട അനിറ്റ് ജോഷി, MBK ചെയർപേഴ്സൺ പ്രിയമുള്ള ശശികല സന്തോഷ്, പ്രിയപ്പെട്ട സ്കൂൾ ലീഡർ ശ്രീ അർജുൻ KR, നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ചിലിയമ്പാറ UP സ്കൂളിലെ HM-മായ പ്രിയപ്പെട്ട സുജി ടീച്ചർ, ഇവിടുത്തെ ബഹുമാനായ പൂർവ്വ അധ്യാപകർ, പൂർവ്വ HM, പ്രിയപ്പെട്ട രാമേന്ദ്ര സാറ്, പ്രിയപ്പെട്ട സുമ ടീച്ചർ, പ്രിയപ്പെട്ട സുകുമാരൻ സാറ്, ഗീത ടീച്ചർ, ഇവിടെ എത്തിയിട്ടുള്ള രക്ഷകർത്താക്കൾ, സ്കൂളിലെ പ്രിയമുള്ള അധ്യാപകർ, ഈ സ്കൂളിൻ്റെ അഭ്യുദയകാംക്ഷികളായ നല്ലതായ നാട്ടുകാരെ, പൂർവ്വ വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വളരെ സന്തോഷവും സമൃദ്ധിയും ഈ സമ്മേളനം നൽകുന്നു. നമ്മുടെ ഹൈറേഞ്ചിലെ, ഈ നാട്ടിലെ ആദ്യകാല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായ ചുരുളി SNDP സ്കൂൾ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാൻ ലോകത്തോട് ഘോഷിച്ച ലോകഗുരുവായ ശ്രീനാരായണ ഗുരുസ്വാമി വിഭാഗങ്ങളുടെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വഴിയും വെളിച്ചവുമായി നന്മ പകർന്നു കൊടുത്ത, വിദ്യ പകർന്നു കൊടുത്ത ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഇന്നും ഹൈറേഞ്ചിൽ തലയെടുപ്പോടു കൂടിയാണ് നിൽക്കുന്നത്. ഈ നാടിൻ്റെ ആവശ്യമനുസരിച്ച് വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും താല്പര്യ സംരക്ഷണാർത്ഥം കാലഘട്ടത്തിന് അനുയോജ്യമായ എല്ലാവിധ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കുവാൻ SNDP യോഗം കോർപ്പറേറ്റ് മാനേജ്മെന്റ് സാധിച്ചു. ബഹുമാന്യ വെള്ളാപ്പള്ളി നടേശൻ സാർ മാനേജരായിട്ടുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട SNDP യോഗം കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ തരത്തിലുള്ള സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ അനിവാര്യതയ്ക്ക് വേണ്ടി നല്ല കെട്ടിടങ്ങളും മറ്റ് സൗകര്യങ്ങളുമല്ല മാനേജ്മെന്റ് ഒരുക്കി തന്നത്. ഈ സ്കൂളിന്റെ ചരിത്രം ഇന്നലകൾ പരിശോധിക്കുമ്പോൾ ഇന്ന് ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ആളുകൾ ഉദ്യോഗമോ വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങളുമായുണ്ട്. ഇവിടെ അധ്യാപകർ വിശ്വസിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എത്തിക്കുമ്പോൾ വീട്ടിൽ ലഭിക്കുന്നതിനേക്കാൾ സുരക്ഷിതത്വം ഈ കോമ്പൗണ്ടില്, ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ആത്മസംതൃപ്തിയോടുകൂടി രക്ഷകർത്താക്കൾ അനുസ്മരിക്കുന്നു. ഇന്നിവിടെ ഇരിക്കുന്ന രക്ഷകർത്താക്കൾ ബഹുഭൂരിപക്ഷവും ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. അവർ അനുഭവിച്ച, ആസ്വദിച്ച നല്ല അനുഭവങ്ങൾ വീണ്ടും അവരുടെ മക്കളെ ഈ സ്കൂളിലേക്ക് എത്തിക്കുവാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. SSLCക്ക് റാങ്ക് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സ്കൂളിൽ പഠിച്ചു പോയ ശ്രീദേവി റാങ്കുകാരിയായി നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. സ്പോർട്സിലും മറ്റു കാര്യങ്ങളിലുമെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടായിട്ടുള്ള അഭ്യുന്നതി തീർച്ചയായും ചെറുപ്രായത്തിൽ അവരുടെ മനസ്സിൽ പതിഞ്ഞ നന്മയും അനുഭവങ്ങളും അറിവും അതെല്ലാം ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് CBSE സ്കൂളുകൾക്ക് ഏറെ പ്രാധാന്യം ആളുകൾ കൽപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാട്ടിലെ അതിസമ്പന്നരുടെ മക്കളൊന്നും ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്.
വളരെ നിർദ്ധരായ സാധുക്കളായ ആളുകളുടെ ഒരു കുട്ടികളിലൂടെ വരുന്നത്. അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും കാരണവന്മാരെ കൊണ്ട് സാധിച്ചു കൊടുക്കാൻ പറ്റാത്ത ആവശ്യങ്ങൾ, യൂണിഫോം ഉൾപ്പെടെ പല കാര്യങ്ങൾക്കും PTA മാനേജ്മെന്റിലെല്ലാം അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സഹായിച്ച് കൂടെ നിൽക്കുന്നു എന്നുള്ള വലിയ നന്മയും നമ്മുടെ സ്കൂളിന് മാത്രം. പ്രിയമുള്ളവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ സന്തോഷത്തോടെ മക്കളെ ഉണ്ടായില്ല. നമ്മുടെ സ്കൂളിലെ 4 പതിറ്റാണ്ടോളം നല്ല സേവനം അനുഷ്ഠിച്ച ഈ നാടിന്റെ നന്മയുടെ ഭാഗമായ പ്രിയപ്പെട്ട പ്രകാശൻ സാർ വിരമിക്കുന്നു. ഈ സ്കൂളിനെ സംബന്ധിച്ച് ഒരു കാവലാളായി സാങ്കേതികമായി സർക്കാർ കൊടുക്കുന്ന മണിക്കൂറുകളിലെ അധ്യാപനം മാത്രമല്ല, ഈ നാടിലെ നന്മയുടെ ഒരു അംശം എന്നുള്ള നിലയ്ക്ക് കുഞ്ഞുങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും അവരോടൊപ്പം നിന്ന് ഈ നാട്ടിലെ ഒരു പൊതുകാര്യ പ്രസിദ്ധൻ കൂടായ അദ്ദേഹം വളരെ സ്നേഹത്തോടെ നന്മയോടെ മാനേജ്മെന്റിനോട് സഹകരിക്കുകയും ഈ സ്കൂളിൽ സേവനമനുഷ്ഠിക്കുകയും ചെയ്തത് വളരെ സന്തോഷത്തോടെ സ്മരിക്കുന്നു. അദ്ദേഹത്തിന്റെ അസാന്നിധ്യം നാളുകളിൽ തീർച്ചയായും ആ കുറവുകൾ ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്നു. എന്നിരുന്നാലും അനിവാര്യമായ റിട്ടയർമെന്റ് അത് ആവശ്യമാണ് എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഇതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇവിടെ പഠിപ്പിക്കുന്നതോടൊപ്പം നാട്ടില് അധ്യാപകർക്ക് പരിശീലനം കൊടുക്കുന്ന ക്ലസ്റ്റർ മേഖലയിലുമെല്ലാം അദ്ദേഹം പ്രവർത്തിക്കുന്നു. ഏറ്റവും വലിയ അധ്യാപക സംഘടന KST അതിന്റെയൊക്കെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുവാനും സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് തന്റേതായ ഒരിടം കണ്ടെത്തി എന്നും ഏറെ വലിപ്പമുള്ളപ്പോഴും എളിമയോടെ പ്രവർത്തിക്കുവാനുള്ള വലിയ ഒരു മനസ്സ്. അധ്യാപനം മറ്റെല്ലാ തൊഴിലും പോലെ തന്നെ ഒരു ഉപജീവനമാണെന്നിരിക്കെ തന്നെ അതിനൊക്കെ അപ്പുറമായി മാതാപിതാ ഗുരു ദൈവം എന്ന സംസ്കാരം ഉൾക്കൊണ്ട് ജീവിക്കുന്നതാണ് നമ്മൾ. തീർച്ചയായും ഈ നാട്ടിലെ കുഞ്ഞുങ്ങൾ ദൈവതുല്യമായി തന്നെ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. നന്മയുള്ള ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു കാര്യമാണ്. മറ്റെല്ലാ മേഖലകളിൽ നിന്നും ഒരുമിച്ചാൽ കിട്ടുന്നതിനേക്കാൾ അപ്പുറം അധ്യാപകർക്ക് എന്നും നാട്ടിൽ വലിയ സ്ഥാനമുണ്ട്. അങ്ങനെ ജീവിക്കുന്നുണ്ട്. സ്വഭാവശുദ്ധിയും സത്യസന്ധതയും നിഷ്കളങ്കതയും ഒക്കെ എന്ന് പറയുന്നത് മനുഷ്യന് അപൂർവമായി ലഭിക്കുന്ന ഒരു കാര്യം. അതെല്ലാം തികഞ്ഞ വലിയ ഒരു കുടുംബത്തിന് ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ചുമലിലേറ്റിയ ഒരു ചെറുപ്പക്കാരനായിരുന്നു പ്രകാശൻ. തന്റെ പ്രതിഫലം കുടുംബത്തിനും സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ വേണ്ടി സന്തോഷത്തോടെ ചിലവഴിക്കുവാൻ, മാതൃകാപരമായ ഒരു ജീവിതം നയിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. തീർച്ചയായും വേറെ നന്മയുണ്ടാകട്ടെ എന്ന് ഞാൻ സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഭാര്യയും കുഞ്ഞുങ്ങളും അമ്മയൊക്കെ അടങ്ങിയ സന്തോഷകരമായ ഒരു കുടുംബം ലോകത്ത് ഏറ്റവും വലുത്. നമ്മൾ എത്രയൊക്കെ നേടിയാലും ശാന്തിയും സമാധാനവും ഒക്കെയുള്ള സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്ന ഒരിടം കുടുംബം. തീർച്ചയായും ആ കാര്യത്തിൽ പ്രകാശൻ സാർ കൂടിയിട്ടുണ്ട്. എല്ലാ നന്മയും അദ്ദേഹം ഉണ്ടാകട്ടെ. ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ സ്നേഹത്തോടെ ആശംസിക്കുന്നു. അങ്ങ് നൽകിയിട്ടുള്ള എല്ലാ സേവനങ്ങൾക്കും SNDP യോഗം കോർപ്പറേറ്റ് മാനേജ്മെന്റിന് വേണ്ടി വെള്ളാപ്പള്ളി നരേശൻ സാറിന് വേണ്ടി തങ്ങളുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിക്കുന്നു. വിരമിച്ചാലും കോമൺ ടീച്ചർ ഉൾപ്പെടെയുള്ള പൂർവ്വ അധ്യാപകർ ഈ സ്കൂളിനോട് ഇപ്പം തന്നെ നമ്മുടെ ഗീത ടീച്ചറും സുൻ ടീച്ചറും കൂടി എത്തിയിട്ടുണ്ട്. ഈ സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുവാനും ഒപ്പം നിൽക്കുവാനും ഒക്കെ മറ്റുള്ളവർ കാണിച്ചുള്ളതുപോലെ നാളുകളിലും ഈ കലാലയ അന്തരീക്ഷത്തോട് ഇഴകിച്ചേർന്ന് ജീവിക്കുവാൻ താങ്കളുടെ മനസ്സിന് സാധിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുന്നു. തീർച്ചയായും എല്ലാവരുടെയും നല്ല പ്രാർത്ഥനയും കാര്യങ്ങളുമെല്ലാം ഇനിയുള്ള ജീവിതത്തിൽ കൂടുതൽ നന്മകൾ ഉണ്ടാകുവാൻ, കുടുംബപരമായ ഏറെ അഭിവൃദ്ധി ഉണ്ടാകുവാൻ ഞങ്ങൾ സ്നേഹത്തോടെ ആശംസിക്കുന്നു. പ്രത്യേകിച്ചും SNDP യോഗത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള സമയം, SNDP യോഗത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നല്ല മനസ്സോടെ ചെയ്തിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളെയും സ്നേഹപൂർവ്വം ഞാൻ അനുസ്മരിക്കുന്നു. ഞാൻ ഓർക്കുന്നു, അപ്പുറത്തുള്ള നമ്മുടെ മനോഹരമായ കെട്ടിട സമുച്ചയം, ആ കെട്ടിടം നമുക്ക് പണി പൂർത്തിയാക്കുന്നതിന് അതിനാവശ്യമായ ഫണ്ട് ലഭിക്കുന്നതിന് വെള്ളാപ്പള്ളി നരേശൻ സാറിന്റെയും SNDP യോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള ആളുകളെ കാണുന്നതിന് നിരവധിയായ തവണ പോവുകയും സംസാരിക്കുകയും ശ്രീ കലേഷ് രാജുവിനോടും ഷൺമുഖത്തോടും ഒക്കെ ഒപ്പം
എന്നെയുമൊക്കെ ഒത്തിരി തവണ നിർബന്ധിച്ച് നമ്മുടെ ജനറൽ സെക്രട്ടറി ഇടുക്കിയിൽ എവിടെ വന്നാലും ഓടി വന്ന് കാണുവാനും നിരന്തരമായ ആവശ്യങ്ങൾ ഉന്നയിച്ചു. തീർച്ചയായും ഇതിന് ഫണ്ട് അനുവദിച്ച വിവരം ഞാൻ ഈ ഗ്രൗണ്ടിൽ വന്ന് നമ്മുടെ ആര്യന്റെ ചൂടിൽ നിന്ന് പ്രകാശ് സാറിനോട് പറയുമ്പോൾ അദ്ദേഹം ചിരിച്ചത് കരഞ്ഞുകൊണ്ടാണ്, കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. അത് എന്നോട് പറഞ്ഞു, ഞാൻ വിരമിക്കുന്നതിന് മുമ്പ് ഒരു കിണറുണ്ടാകുന്ന വലിയൊരു ആഗ്രഹമായിരുന്നു. എന്തായാലും അതൊക്കെ സാധിച്ചല്ലോ. ഞങ്ങളെ കൊണ്ട് സാധിക്കാവുന്ന എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു. അപ്പോൾ തീർച്ചയായും സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ ഇരിക്കുമ്പോഴും എന്നും ഈ കലാലയ മനസ്സിലുണ്ടാകണം. കുഞ്ഞുങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുത്താൽ ഇവിടെ ഒരു പളുങ്കുപാത്രം പോലെ നിങ്ങൾ കൊണ്ട് ഏൽപ്പിക്കുന്ന കുരുന്നുകൾ അത് തേച്ച് മിനുക്കി നിലത്ത് വീണ് പൊട്ടാതെ ഭദ്രമായി തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട്. നാളുകളിൽ അതുണ്ടാകും. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ കരുതലോടെ കാത്തു സൂക്ഷിക്കുന്ന ഈ വിദ്യാലയം നിങ്ങളുടെ എല്ലാം പിന്തുണ ഉണ്ടാകണം. നമ്മളേതാണ്ട് 1 കോടി രൂപയോളം മുടക്കിയാണ് പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത്. നമുക്ക് പുതിയ കാലഘട്ടത്തിൽ കുട്ടികളുടെ ഒരു ലഭ്യത കുറവുണ്ട്. ഈ സ്കൂളിനെ വിശ്വസിക്കുന്ന നിങ്ങൾ അനുഭവിച്ച ഇന്നലകളിൽ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളായ നിങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചിട്ടുള്ള നന്മയും കാര്യങ്ങളും അത് നിലനിർത്തിക്കൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ സഹോദരങ്ങളെയെല്ലാം ഈ സ്കൂളിൽ എത്തിക്കണം എന്ന് സ്നേഹം അഭ്യർത്ഥിക്കുന്നു. ഇവിടെ സ്വാഗത പ്രാസംഗികൻ പ്രിയപ്പെട്ട മണിക്കുട്ടൻ സൂചിപ്പിച്ചതുപോലെ നിരവധി ആളുകൾ ഈ വാർഷിക യോഗത്തിന് ആശംസകൾ അർപ്പിക്കുവാനും പ്രകാശം സാറിന് മംഗളാശംസകൾ നേരുവാനും ഒക്കെ ആയിട്ടുണ്ട്. ഈ പരിപാടികളിൽ എത്തിച്ചേർന്ന് നിങ്ങളെല്ലാവരെയും SNDP യോഗത്തിന് വേണ്ടി അഭ്യർത്ഥന ചെയ്തുകൊണ്ട് സ്നേഹോഷ്മളമായി എല്ലാവർക്കും നന്മകൾ ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ മനസ്സ് കാണിച്ച ജനപ്രതിനിധികളോടുള്ള SNDP യോഗത്തിന്റെ നന്ദി അർപ്പിച്ചുകൊണ്ട് വിരമിച്ച ആളുകളോട് പ്രത്യേകിച്ചും ഏറെ അഭിമാനത്തോടെ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഇടുക്കിയായ സുജ ടീച്ചർ ഈ സ്കൂളിലെ വാർഷികാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുവാനെത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട രാമേന്ദ്ര സാർ കണ്ണൂർ പടിയൂരിൽ നിന്നാണ് വന്നത്. 7 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് വേണം. എന്നാലും ഈ സ്കൂളിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാൻ പ്രത്യേകിച്ചും പ്രകാശ് സാറിൻ്റെ യാത്രയപ്പ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. അവരൊക്കെ കാണിച്ച മനസ്സ് തീർച്ചയായും നിങ്ങളുടെ എല്ലാം നല്ല മനസ്സിന് ഈ വിദ്യാലയത്തോട് കാണിക്കുന്ന നല്ല മനസ്സിന് എല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ഈശ്വരാനുഗ്രഹവും ഉണ്ടാകട്ടെ. നിങ്ങളുടെയൊക്കെ കുഞ്ഞുമക്കൾ ഏറ്റവും മുടക്കന്മാരും പിടിക്കുകളുമായി മാറട്ടെ. ലോകം അറിയുന്നവരാകട്ടെ, നാടിന് നന്മ ചെയ്യുന്നവരാകട്ടെ. നിങ്ങളുടെ എല്ലാം സമ്പാദ്യവും സുരക്കൂട്ടലുമായ ഈ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങളാലാകുന്ന വിധം നന്മയും ശിക്ഷണവും ഈ സ്ഥാപനത്തിൽ നിന്നുണ്ടാകുമെന്ന് സ്നേഹപൂർവ്വം അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈശ്വരാനുഗ്രഹവും നന്മയും നേർന്നുകൊണ്ട് ഈ വാർഷികാഘോഷ പരിപാടികളും യാത്രയപ്പ് സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും സ്നേഹം നിറഞ്ഞ യോഗാധ്യക്ഷൻ യോഗം ഉദ്ഘാടനം ചെയ്ത സുരേഷ് കോട്ടയ്ക്കൽ ഇന്ന് ഈ സ്കൂളിൽ നിന്നും ഔപചാരികമായി യാത്രയ്ക്ക് നൽകുന്ന നമ്മുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയങ്കരനായ പ്രകാശ് സാറ്, സ്കൂൾ ഹെഡ് മാസ്റ്റർ ദേവി ടീച്ചർ, എതിരിയിരിക്കുന്ന മറ്റു വിശിഷ്ട അതിഥികളെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹമംഗളും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശ്രീ പ്രദീപ് മാമകൾ, ഇന്ന് ഈ സ്കൂളിൻ്റെ 46ാമത് വാർഷികാഘോഷമാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്കൂളിൻ്റെ നട്ടെല്ല് എന്ന് തന്നെ പറയാവുന്ന പ്രകാശ് സാറില്ലാത്ത ഈ സ്കൂളിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. 10-15 വർഷക്കാലമായിട്ട് ആദ്യം മെമ്പറായി വന്ന കാലം മുതൽ ഇപ്പോൾ ഉള്ള ഈ സമയം വരെ ഈ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സാറിനെ വിളിക്കുകയും സാർ ഈ സ്കൂളിൽ നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളും ഞാൻ എൻ്റെ കണ്ണാൽ കണ്ടുപോയിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു ശകല സമയം അവിടെ ഇരുന്നിട്ട് സാറിന് വരുന്നില്ല. എല്ലാം മാനേജ് ചെയ്യുന്നതും ഈ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും
ഏറ്റവും നന്നായി വേറെ ആരുണ്ടായിരുന്നാലും സാറില്ലാത്ത ആ ഒരു സ്കൂള് അതൊരു സ്കൂളാണെന്ന് പറയാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. കാരണം അത്രയും നല്ല ഭംഗിയായിട്ടാണ് സാർ ഈ സ്കൂൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ആ കുട്ടികളോടുള്ള പെരുമാറ്റവും ഇടപെടലും എല്ലാം ഞാൻ കണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്കത് ഭയങ്കര സന്തോഷവും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഈ യാത്രയിപ്പ് എപ്പോഴും അനിവാര്യമായ ഒരു ഘടകമാണ്. എന്നിരുന്നാലും സാറിൻ്റെ തുടർന്നുള്ള സേവനങ്ങളിലും സ്കൂളിനെ മറക്കാതെ എല്ലാ പ്രവർത്തനങ്ങളും സാറൊപ്പം ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ ഒരു വർഷം കൂടി ജീവിതത്തിൽ നിന്ന് കടന്നു പോവുകയാണ്. പഠിച്ചു മുന്നേറുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇന്നത്തെ ലോകത്തിൽ നമ്മൾ കാണുന്നത് തമ്മിൽ തല്ലുന്ന കുട്ടികളെയാണ്. അങ്ങനെയല്ലാതെ മനുഷ്യ സഹജ സ്നേഹത്തോടു കൂടി പച്ചയായ ഒരു മനുഷ്യനായി വിദ്യാഭ്യാസം മാത്രം പോരാ, നല്ല കുട്ടികളായി നല്ല സ്വഭാവമുള്ള കുട്ടികളായി വളർന്നു വരുവാനും കഞ്ചാവ്, മയക്കുമരുന്ന് അങ്ങനെയുള്ള എല്ലാത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും മോചനം പ്രാപിച്ചുകൊണ്ട് ഇതൊന്നും നമുക്ക് ആവശ്യമില്ല എന്ന ബോധ്യത്തോടു കൂടി സോഷ്യൽ മീഡിയ, ഫോണ് അങ്ങനെയുള്ള എല്ലാ ചിന്തകളിൽ നിന്നും മാറി ഒരു നല്ല കുട്ടികളായി എല്ലാവർക്കും വളർന്നു വരുവാനുള്ള സാഹചര്യവും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ നിന്നു പോകുന്ന സാറിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷൻ പി.ടി.എ. പ്രസിഡന്റായ പി.ജി. മണിക്കുട്ടൻ, ഉദ്ഘാടകൻ ആദരണീയനായ ലീഗ് യൂണിയൻ്റെ സെക്രട്ടറി ശ്രീ സുരേഷ് കൊട്ടകേത്ത് അവർ, ശാഖായോഗത്തിൻ്റെ ആദരണീയ സെക്രട്ടറി എം.എൻ. ശംഭുദാസ്, ലീഗ് യൂണിയൻ കൗൺസിലർ കഞ്ഞിക്കുഴി എസ്.എൻ. പ്രൊഫഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പി.ടി.എ. പ്രസിഡന്റായ മനേഷ് കുടികേത്ത്, വാർഡ് മെമ്പർ അനിത്തി ജോഷി, പ്രിയപ്പെട്ട പ്രകാശ് സാറ്, പ്രിയപ്പെട്ട അധ്യാപകരെ, കുട്ടികളെ, പ്രകാശ് സാറിൻ്റെ യാത്രയുടെ സമ്മേളനത്തെക്കുറിച്ച് 1-2 വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചുകൊള്ളാം. നമ്മൾ കുട്ടികളുടെ പ്രോഗ്രാം കാണാനായിട്ട് എല്ലാവരും തയ്യാറായിരിക്കുകയാണെന്ന് നമുക്കറിയാം. പ്രകാശ് സാറ് ഇവിടെ പഠിച്ചിരുന്ന കാലത്ത്, ഞാനും പഠിച്ചിരുന്ന കാലത്ത് എഫ് ഡിവിഷൻ വരെ ഉണ്ടായിരുന്നു. 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എഫ് ഡിവിഷൻ വരെയും 15 കുട്ടികളും ഒക്കെ ആയിരുന്ന സമയത്ത് സാർ ഇന്ന് കാണുന്ന പോലെ തന്നെ അന്ന് എല്ലാ കുട്ടികളെയും ക്ലാസ്സിൽ കയറ്റിയിരുത്തുന്നതിനും അന്ന് വടി വെച്ച് നമുക്ക് എല്ലാവർക്കും അടിക്കാം. ഇന്ന് വടിയില്ലാത്തതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. ആ വടിയൊക്കെ ആയിട്ട് സാറ് പുറകെ നടക്കും. നല്ല അടിയൊക്കെ തന്ന് ഈ മുകളിൽ കാണുന്ന കമ്പി ഉണ്ടോ, നിങ്ങൾ ഈ ക്രോസ് ചെയ്തിരുന്ന കമ്പി, ഞങ്ങൾ കുറച്ച് ടീമുകളുണ്ടായിരുന്നു അലപ്പന്മാർ. അന്ന് ഈ ടേബിൾ ഇട്ടിട്ട് ഈ കമ്പിയെ കയറി തൂങ്ങിയിട്ട് കൈ പിടിച്ചങ്ങ് പോകും. സാർ ഓഫീസ് അപ്പുറത്ത് സാറ് വടിയായിട്ട് വരുമ്പോഴേക്ക് കൂടുതലുള്ളമാർ ഓടും. ഞാൻ ഇത് തൂക്കിടക്കും. ഒരുപാട് പ്രാവശ്യം അടി കിട്ടിയിട്ടുണ്ട്. സാർ ചാടുന്ന വഴി അടിയാണ്. അന്നൊന്നും ഒരു പ്രശ്നമല്ല. അടി കൊണ്ടു നമുക്ക് ഒരു ദോഷജന്യം പോകാനുകൊണ്ട് ഉണ്ടായിട്ടില്ല. പ്രകാശ് സാറ് സ്കൂൾ വിട്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുളി SN UP സ്കൂളിനെ സംബന്ധിച്ച് ഒരു നട്ടലാണ്. ഞങ്ങൾക്ക് ശാഖായോഗത്തിൻ്റെ എല്ലാ പ്രവർത്തകർക്കും അതറിയാം. ചുരുളി കീരത്തോട് കാലം തൊട്ട് സ്കൂളിൻ്റെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഈ ഓരോ കരിക്കോലും ഈ കട്ട പണിയുന്നതും എല്ലാ പണികൾക്കും ഉണ്ടായിരുന്ന ആളുകൾക്ക് ചുരുളി കീരത്തോട് ശാഖ അംഗങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ എല്ലാ പ്രവർത്തകർക്കും അറിയാൻ സാധിക്കും. സാറ് ജോലിയുടെ കാലത്തോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും സാറിൻ്റെ ഓരോരോ കഴിവുകളും എല്ലാ പ്രവർത്തനങ്ങളിലും കലോത്സവത്തിന് കൊണ്ടുവന്ന കാര്യങ്ങളും ഞങ്ങൾ യൂണിറ്റ് സെക്രട്ടറിയോട് പറഞ്ഞു. സ്കൂളിൻ്റെ നിർമ്മാണോദ്ഘാടനം തൊട്ട് ഉദ്ഘാടനം വരെ സാറിൻ്റെ ഒരു പ്രവർത്തനം നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു പ്രവർത്തനമായിരുന്നു. തുഷാർജീനെ കഞ്ഞിക്കുഴിയിൽ ചെന്ന് കാണാൻ പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോഴും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങൾ കൊടുത്ത് സാറുണ്ടായിരുന്നു. ആ സാറിൽ വന്ന് സാറിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ സുദർശനാറായിരുന്നു സ്കൂളിലെ മാനേജർ. ആ മാനേജറുമായിട്ട് ഇവിടെ വന്ന് സ്കൂളിൻ്റെ നിർമ്മാണത്തിനുള്ള അനുമതി ഞങ്ങൾ നേടിയെടുക്കുകയും ആ നിർമ്മാണത്തിൻ്റെ ആ സമയം തൊട്ട് സ്കൂളിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം വരെ സാറിന് നല്ലൊരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സാറിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തനമല്ല. നമ്മൾ ഓരോ ആളുകളോട് ഇടപെടുന്നതും നല്ല മികച്ചൊരു സംഘാടകനും കൂടിയായ സാറിന് കഞ്ഞിക്കുഴി ഈ പ്രാവശ്യം നമ്മുടെ ഈ ജില്ലാ സ്കൂൾ കലോത്സവം നടന്നു. അപ്പോൾ സ്വാഗതഗാനം രചിച്ച സാറായിരുന്നു. ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ സ്വാഗതഗാനം രചിച്ച സാറായിരുന്നു. ആ അധ്യാപന രംഗത്ത് മാത്രമല്ല KSTയുടെ
അധ്യാപക സംഘടനയായ KSTയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറും അതുപോലെ ഈ ഗാനരചയിതാവുമായി അതുപോലെ ഹിന്ദി അധ്യാപകനും അതുപോലെ എല്ലാ പ്രവർത്തനങ്ങളും സാർ നല്ല മികച്ച പങ്കാളിത്തം കൈവരിക്കാൻ സാധിക്കുന്നുണ്ട്. ഇനിയുള്ള റിട്ടയർമെൻ്റ് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ ശകായത്തിൻ്റെ പ്രവർത്തനങ്ങളിലും സംഘടനാ പ്രവർത്തനങ്ങളിലും എല്ലാം ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സാറുണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം. സാറിന് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഞങ്ങളൊരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയുടെ കൂടി നിന്ന് പോകാൻ സാറിന് ഇന്നും താല്പര്യമാണ്. ഞങ്ങൾ ചേർത്ത് നിർത്തുകയും ചെയ്യും. സാറ് ആ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇതെല്ലാം നേടിയെടുക്കുന്നത് നല്ലൊരു കുടുംബ ജീവിതം അമ്മയോടൊത്ത് നിങ്ങൾ സൂണി സെക്രട്ടറി പറഞ്ഞു, അമ്മയും ഭാര്യയും 2 മക്കളും അടങ്ങുന്ന നല്ലൊരു കുടുംബ ജീവിതം നയിക്കുന്നതുകൊണ്ടാണ്, വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ടോട് ഉള്ളതുകൊണ്ടാണ് ഈ സാറിന് എല്ലാ പ്രവർത്തനങ്ങളിലും. ഈ കഴിഞ്ഞ ദിവസം KSTയുടെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് നടന്നപ്പോൾ റിട്ടയർഡ് ആകാൻ പോവുകയാണല്ലോ സാറേ. സാറാദ്യം പറഞ്ഞ് പോകുന്നില്ല, സംസ്ഥാന സമ്മേളനത്തിന് പോകുന്നില്ല, പോയാൽ 3 ദിവസം പങ്കെടുക്കണം. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിർബന്ധിച്ച്. സാറ് പോയിട്ട് പറഞ്ഞു. കാരണം ഈ ഒരു വർഷം കൂടെ ഉള്ളൂ. KSTയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ എന്ന നിലയ്ക്ക് ഈ വർഷം കൂടി ആ സമ്മേളനത്തിൽ പോകാനും പങ്കെടുക്കാനും സാധിക്കുകയുള്ളൂ എന്ന് നിർബന്ധിച്ച് പറഞ്ഞു. 2 ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോവുകയുണ്ടായി. അങ്ങനെയുള്ള സാറിന് എല്ലാവിധ ആശംസകളും അതുപോലെ ഈ നമ്മുടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറെ ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ, യോഗം ഉദ്ഘാടനം ചെയ്ത SNDP യോഗം ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് അവർ, പ്രിയപ്പെട്ട വാർഡ് മെമ്പർ അനിതി ജോഷി, MM പ്രദീപ്, പ്രിയപ്പെട്ട പ്രയാസാർ, നമ്മുടെ 46 വർഷം പൂർത്തിയാക്കുന്ന ഈ സ്കൂളിൻ്റെ ഏറെ സന്തോഷത്തോടെയാണ് നമ്മൾ ഇരിക്കുന്നത്. അതിലുപരി നമ്മുടെ പ്രിയപ്പെട്ട പ്രകാശ് സാറ് 36 വർഷത്തെ സേവനത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജോലിയിൽ നിന്നും വിരമിക്കുന്ന ഈ അവസരത്തിൽ നമുക്കെല്ലാവർക്കും ഏറെ ബുദ്ധിമുട്ടുണ്ട്. ഈ സ്കൂളിൻ്റെ നെടുന്തൂണ് അല്ലെങ്കിൽ നട്ടല് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും സജീവമായി പ്രവർത്തിക്കുകയും എല്ലാ കാര്യത്തിനും പ്രകാശ് സാർ മാത്രമായിട്ട് എല്ലാ ഉപകരണങ്ങളും ചെയ്യുന്നത്. അപ്പോൾ സാറിൻ്റെ ഈ റിട്ടയർമെൻറ്റ് നമ്മുടെ സ്കൂളിനെ വളരെയധികം ബാധിക്കും. നമ്മുടെ ഈ സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് 36 വർഷം ഇവിടെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ 40% ഈ സ്കൂളിന് വേണ്ടി പ്രവർത്തിച്ചതാണ്. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുകയും ബഹുമാനിക്കപ്പെടുന്ന ഒരു ജോലിയുണ്ടെങ്കിൽ അത് അധ്യാപകരാണ്. ഏതൊരു മേഖലയിൽ ചെന്നാലും ഏതൊരു സർക്കാർ സ്ഥാപനങ്ങളിൽ ചെന്നാലും 36 വർഷം അല്ലെങ്കിൽ 10 വർഷം പഠിപ്പിച്ചതാണെങ്കിലും ഒരു അധ്യാപനം ചെല്ലുമ്പോൾ അധ്യാപനം പഠിപ്പിച്ച ഒരു കുട്ടിയെങ്കിലും ആ ഓഫീസിൽ കാണും. എവിടെ വെച്ച് കണ്ടാലും ഏറ്റവും കൂടുതൽ ബഹുമാനം കിട്ടുന്ന ജോലി ഉള്ളപ്പോഴാണെങ്കിലും റിട്ടയർമെൻ്റ് ആയാലും എപ്പോഴും ബഹുമാനം കിട്ടുന്ന ഒരു ജോലി അധ്യാപകർക്ക് മാത്രമാണ്. മറ്റേതൊരു ജോലിയിൽ നിന്നാലും അവരുടെ റിട്ടയർമെൻറ്റ് കഴിയുമ്പോൾ അവർക്ക് ആ ഒരു അംഗീകാരം കിട്ടില്ല. കാരണം അവർ ഒരു കാരണവശാലും ഒരു അഴിമതി അല്ലെങ്കിൽ ഒരു കൈക്കൂലി അങ്ങനെ ഒരു കാരണവശാലും മേടിക്കാൻ പറ്റത്തില്ല. നമ്മളുടെ സമൂഹത്തിലുള്ള കുഞ്ഞുങ്ങളെ നന്മയിലേക്ക് വളർത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുന്ന നമ്മൾ മാതാപിതാക്കൾ അവരോടൊപ്പം കഴിയുന്നതിൽ കൂടുതൽ സമയം അധ്യാപകർക്കൊപ്പമാണ്. അപ്പോൾ ആ അധ്യാപകർക്ക് സ്വന്തം മക്കളോടുള്ള സ്നേഹവും വാത്സല്യവും ഓരോ കുഞ്ഞുങ്ങളിലും ഉണ്ടാകും. എവിടെ ചെന്നാലും എൻ്റെ സാറ് അല്ലെങ്കിൽ എൻ്റെ സ്കൂൾ എന്ന് പറയണമെങ്കിൽ അധ്യാപകർക്ക് മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു അധ്യാപകനാണ്, എൻ്റെ സാറാണ് പറയുന്നത്. അതുകൊണ്ട് പ്രകാശ് സാറ് ഈ റിട്ടയർമെൻറ്റ് കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ സന്തോഷകരമായിട്ടും നമ്മുടെ ഈ സ്കൂളിന് കഷ്ടപ്പാട് നമ്മുടെ പുതിയ സ്കൂൾ നിർമ്മാണത്തിന് വേണ്ടി ഒത്തിരി അദ്ദേഹം കഷ്ടപ്പെട്ടു. സാറും ഇവിടെയുള്ള മറ്റ് അധ്യാപകരും പുതിയതായിട്ട് നമുക്ക് നമ്മുടെ സ്കൂളിൻ്റെ തറക്കല്ലിടിയിൽ അന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇപ്പോഴത്തെ കൊച്ചുമജയും ടീച്ചർ വന്നത്. മറ്റിവിടെയുള്ള എല്ലാ അധ്യാപകരും ഈ സ്കൂളിൻ്റെ പുതിയ സ്കൂളിൻ്റെ നിർമ്മാണത്തിന് എല്ലാവരും കഷ്ടപ്പെട്ടതാണ്. നമ്മളുടെ ഇനിയിപ്പോൾ നമ്മുടെ പ്രദീപ് മെമ്പർ പറഞ്ഞതുപോലെ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ കുറവുണ്ട്.
നമ്മൾ ഒരു കുട്ടിയോട് ഇവിടെ ചേർക്കുമെന്ന് പറയണ്ട, നമ്മുടെ സ്കൂളിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. നമ്മുടെ സ്കൂളിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റുള്ള രക്ഷിതാക്കൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇവിടെ വിടും. ഇത്രയും നല്ലൊരു സ്കൂളുണ്ട്, നല്ല അധ്യാപകർ. സാറ് പോയി എന്ന് കഴിഞ്ഞ് നമ്മുടെ സ്കൂളിൽ ഒരു ദോഷം ഉണ്ടാകത്തില്ല. നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന നല്ല കഴിവുള്ള അധ്യാപകർ നമുക്ക് ഇനിയും ഉണ്ട്. അത് കാരണം നമ്മുടെ സ്കൂൾ ഇനിയും വളരണം. നമ്മുടെ സ്കൂളിൽ നല്ല ഉയർച്ചയിലേക്ക് എത്തും. ഏറ്റവും നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സാഹചര്യം ഇപ്പോൾ എവിടെ നോക്കിയാലും മയക്കത്തിനും മയക്കുമരുന്നിനും അടിമയായിട്ട് ക്രിമിനൽ സ്വഭാവമുള്ള ഏറ്റവും മോശമായ രീതിയിൽ വളർന്നു വരുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ. അപ്പം അധ്യാപകർ ഇപ്പോൾ കലേഷൂടെ പറഞ്ഞായിരുന്നു സാറൊക്കെ അടി തരുമായിരുന്നു. പക്ഷെ അന്നുള്ള സാറന്മാർ അടി കൊടുത്ത് വളർത്തിയ ഒരു മക്കളും അല്ലെങ്കിൽ അന്നത്തെ ഒരു കുട്ടികളും ഇത്രയും ക്രിമിനലായി വളരുന്നില്ല. എന്നാണോ അധ്യാപകരുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ കയ്യിൽ നിന്ന് തല്ലും വഴക്കും കുറഞ്ഞു, അന്ന് തൊട്ടാണ് നമ്മുടെ തലമുറ ഇത്രയും മോശമായി വളർന്നു വരുന്നത്. നമ്മൾ ഓരോ സമൂഹത്തിൽ നമ്മൾ നേരത്തെ കാണുന്ന അധികം മയക്കുമരുന്നൊക്കെ പറയുമ്പോൾ ഗോവ അല്ലെങ്കിൽ കൊച്ചി എന്നൊക്കെയാണ്. ഇപ്പം ഈ ആണുങ്ങൾക്ക് അറിയാം, ചേലത്തൂർ ടൗണിൽ പോലും വൈകുന്നേരം ഒരു സന്ധ്യ ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്കൂൾ വിട്ട് വരുന്ന യൂണിഫോം ഇട്ട് വരുന്ന കുട്ടികൾ എതിരെയൊക്കെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നുവെന്നാണ്. നമ്മുടെ വരുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. എല്ലാ ആൺകുട്ടികളോ പെൺകുട്ടികളോ എന്നില്ല, എല്ലാവരെയും ശ്രദ്ധിക്കണം. വളർന്നു വരുന്ന തലമുറയാണ് നമ്മളുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ നാടിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെയും ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. അവർ ഒരിക്കലും നമ്മളുടെ കൈവിട്ട് വിടരുത്. ഇന്നലെ ഒരു എക്സൈസ് കമ്മീഷൻ്റെ ഒരു അഭിമുഖം കേട്ടായിരുന്നു. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു സംഭവമാണ് MDMA എന്ന് പറഞ്ഞ സാധനം. അത് എത്ര വയസ്സിൽ ആ സാധനം ഉപയോഗിക്കുന്നു? ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മുക്തരാകാൻ പറ്റത്തില്ല. അയാൾക്ക് പിന്നെയുള്ള ആയുസ് 9 വർഷമായി സാധനം കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ അദ്ദേഹത്തിനൊരു ജീവിതമില്ല. ഈ MDMA കഴിച്ചാൽ പിന്നെ പ്രവർത്തിക്കുന്നത് ആ മയക്കുമരുന്നാണ്. ഇപ്പം നമ്മൾ എന്നും കാണുന്ന വാർത്തകൾ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു. ഒരു മകൻ ഒരു വീട്ടിലുള്ള 5 പേരെ 6 പേരെ തലക്കടിച്ചു, ഉമ്മ ഉൾപ്പെടെ. അമ്മ മരിച്ചില്ല, 5 പേര് മരിച്ചു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനെ അവരുടെ സുഹൃത്ത് കൂട്ടുകാരും കൂടി തല്ലിക്കൊല്ലുന്നു. ഇന്നലെ കണ്ടല്ലോ. ഈ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നത് കൊലപാതകം മാത്രമാണ്. അപ്പോൾ ഈ മദ്യത്തിനും മയക്കുമരുന്നും അടിമയായി വരുന്ന തലമുറ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ കുടുംബത്തിനും എല്ലാം ദോഷമാണ്. അപ്പം നമ്മളെല്ലാവരെയും ശ്രദ്ധിക്കണം. നമ്മുടെ ഈ വളർന്നു വരുന്ന തലമുറയെ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും ഒരേപോലെ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ പ്രകാശ് സാറിനും ഇവിടെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ധന്യമായ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് PG മണിക്കൂട്ടൻ അവർ സാന്നിധ്യം കൊണ്ട് വേദിയേറെ ധന്യമാക്കിയിട്ടുള്ള യോഗത്തിൻ്റെ ഉദ്ഘാടകർ SNDP യോഗം ഇടുക്കി യൂണിയൻ്റെ ഏറെ ആദരനായിട്ടുള്ള സെക്രട്ടറി ശ്രീ സുരേഷ് കൊടിയത്ത് അവർ, വേദിയിലും സദസ്സിലുമുള്ള ഏറെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, രക്ഷിതാക്കൾ, പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, എത്തിച്ചേർന്നുള്ള സഹപ്രവർത്തകർ, ശ്രീനാരായണ UP സ്കൂളിലെ 46ാമത് വാർഷിക ദിനാഘോഷമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അറിവിൻ്റെ അക്ഷര വെളിച്ചം നൽകി ഈ പ്രദേശത്തിൻ്റെ ഐക്യത്തെയും സാംസ്കാരിക പൈതൃകത്തെയും കാത്തുസൂക്ഷിച്ച് കഴിഞ്ഞ 46 വർഷമായി നിലകൊള്ളുന്ന ശ്രീനാരായണ UP സ്കൂളിൻ്റെ 46ാമത് വാർഷികാഘോഷം ഏറെ ശ്രദ്ധയോടുകൂടിയാണ്, ഏറെ പ്രധാനത്തോടുകൂടിയാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 36 വർഷക്കാലം ഈ സ്കൂളിൽ ഏറെ സേവനങ്ങൾ അനുഷ്ഠിച്ച പ്രകാശ് സാറ് ഇത് വെല്ലുവിളി കൂടിയാണ്. നമുക്കറിയാം, പ്രകാശ് സാറിനെ സംബന്ധിച്ച് പറയുമ്പോൾ ചുരുളി SNDP സ്കൂൾ എന്ന് പറയുമ്പോൾ പ്രകാശ് സാറാണ് ഞങ്ങളുടെ എല്ലാം മനസ്സിലുള്ളത്. ഇവിടെ HMമാർ മാറി വരുമ്പോഴും സ്കൂളിനെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യം അറിയണമെങ്കിൽ, സ്കൂളിൻ്റെ നടത്തിപ്പിനെ സംബന്ധിച്ച് ഏതെങ്കിലും വിഷയങ്ങളെ സംബന്ധിച്ച് നമുക്കറിയണമെങ്കിൽ നമ്മൾ ആദ്യം വിളിക്കുന്നത് പ്രകാശ് സാറിനെ. ഈ സ്കൂളിൻ്റെ ഉന്നമനത്തിലും സ്കൂളിൻ്റെ പ്രയാണത്തിലും എല്ലാം ഒരു ശ്രദ്ധേയമായ പങ്കുവഹിച്ച് ഈ സ്കൂളിൻ്റെ ആകെ ഉള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രകാശ് സാറിൻ്റെ വിരമിക്കൽ
ഈ സ്കൂളിനെ സംബന്ധിച്ചോളം ഇവിടുത്തെ ഈ പ്രദേശവാസികളെ സംബന്ധിച്ചോളം ഏറെ നഷ്ടമാണ് എന്ന് കാര്യം വിളിച്ചത്. സാറിൻ്റെ ശിഷ്ട ജീവിതകാലം വളരെ സന്തോഷകരവും വളരെ ആനന്ദകരവുമായിട്ട് എന്ന് ആശംസിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ PTA പ്രസിഡന്റ് ശ്രീ മണിക്കുട്ടൻ PC, വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത ശ്രീ സുരേഷ് കൊടിയേരി അവർ, SNDP യോഗത്തിന്റെ വിദ്യാഭ്യാസ സെക്രട്ടറി ബാബു സാർ, വേദിയിലിരിക്കുന്ന ജനപ്രതിനിധികളെ, അധ്യാപകരെ, മാതാപിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ്. ഇന്ന് നമ്മുടെ സ്കൂളിൻ്റെ 46ാമത് സമ്മേളനമാണല്ലോ. പുതിയ സ്കൂൾ കെട്ടിട പണി പൂർത്തീകരിച്ച ശേഷമുള്ള 2ാം സ്കൂൾ വർഷമാണ് ഇന്ന്. എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് കലാ മത്സരങ്ങളും കായിക മത്സരങ്ങളും പ്രവൃത്തി പരിചയ മത്സരങ്ങളുമെല്ലാം സ്കൂൾ തലത്തിൽ നടത്തി വിജയിച്ച കുട്ടികളെ ഉപജില്ലാ തലത്തിൽ പങ്കെടുപ്പിച്ച് മികവാർന്ന വിജയം നേടാൻ സാധിച്ചിട്ടുണ്ട്. ഇതിന് ഞങ്ങളെ പ്രാപ്തരാക്കിയ അധ്യാപകരെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. ദിനാഘോഷങ്ങൾ ഭംഗിയായി ആഘോഷിക്കുന്നത് പോലും ഓരോ ദിവസത്തിലെ പ്രാധാന്യം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വിവിധ ഭാഷകളിലുള്ള അസംബ്ലികൾ കൊണ്ട് ഞങ്ങൾക്ക് നല്ല പഠനാനുഭവം ഉണ്ടായിട്ടുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും സംസ്കൃതത്തിലുമുള്ള അസംബ്ലികൾ കൊണ്ട് ഞങ്ങൾക്ക് ഭാഷാപരമായ ഒട്ടേറെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതോടൊപ്പം നമ്മുടെ പ്രകാശ് സാറിനുള്ള യാത്രപ്പ സമ്മേളനം കൂടി നടക്കുകയാണല്ലോ. സാറിന് ഈ സ്കൂളിലുള്ള സേവനത്തിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വാർഷികത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വാർഷികാഘോഷത്തിൻ്റെ അധ്യക്ഷത അലങ്കരിക്കുന്ന PTA ബഹുമാനപ്പെട്ട ഈ വാർഷികാഘോഷ പരിപാടികളും യാത്രയെ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഇടുക്കി SNDP യൂണിയൻ്റെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ശ്രീ സുരേഷ് കൊടിയേരി, നമ്മുടെ ഈ അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്ത കല്ലുകുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ M. പ്രദീപ്, നമ്മുടെ ശാഖയുടെ പ്രസിഡന്റ് ശ്രീ കലേഷ് രാജു ഇടുക്കി, വാർഡ് മെമ്പർ ശ്രീമതി അനിറ്റ് ജോഷി, വേദിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഹെഡ്മിസ്ട്രസ് ദേവി ടീച്ചർ, എൻ്റെ സഹപ്രവർത്തകരും പൂർവ്വ അധ്യാപകരുമായി വേദി അലങ്കരിച്ചിരുന്ന അധ്യാപക സുഹൃത്തുക്കളെ, PTA-യുടെയും മാതൃസംഘത്തിൻ്റെയും പ്രവർത്തകരെ, പൂർവ്വ അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളെ, ഈ നാട്ടിലെ എൻ്റെ മാതാപിതാക്കളെ, കുട്ടികളുടെ മാതാപിതാക്കളെ, ഈ സ്കൂളിലെ വിദ്യാർത്ഥികളെ, മറ്റ് സ്നേഹമുള്ളവരെ, ഞാൻ എനിക്ക് തന്ന യാത്രയയപ്പിനും ഉപഹാരങ്ങൾക്കും ആദ്യമേ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ എല്ലാ ഉയർച്ചയ്ക്കും കാരണമായത് എൻ്റെ കുടുംബമാണ്, വീട്ടുകാരാണ്. അപ്പോൾ അമ്മ ഈ വേദിയിൽ ഇരിപ്പുണ്ട്. അമ്മ ഈ വേദിയിലോട്ടൊന്ന് കടന്നു വരണം, സ്റ്റേജിലോട്ടൊന്ന് കടന്നു വരണം. കാരണം ഇവിടെ സൂചിപ്പിച്ച എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ വീട്ടുകാരായിരുന്നു എന്നെ സപ്പോർട്ട്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് എന്തെല്ലാം ആവാൻ കഴിഞ്ഞോ അതിൻ്റെ എല്ലാം അവകാശികൾ എൻ്റെ കുടുംബമാണ്, വീട്ടുകാരാണ്. കാരണം ഞാൻ ഓരോ പ്രവർത്തനങ്ങൾക്ക് പോകുമ്പോഴും, കാരണം അമ്മയ്ക്കൊക്കെ അസുഖമുണ്ട് ഇടയ്ക്ക്, എങ്കിൽ പോലും അമ്മ പറയും പോയിട്ട് വന്നിട്ട് വൈകുന്നേരം ആശുപത്രിയിൽ പോയാൽ മതി. അപ്പം ഞാൻ അത്തരം കാര്യങ്ങളിലൂടെ പൂർണ്ണമായി പോകുന്നത് കൊണ്ട്, കാരണം അവരെല്ലാം വീട്ടുകാർ, ഭാര്യയാണെങ്കിൽ ഫാർമസിസ്റ്റാണ്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലിയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ അമ്മ ഈ കാര്യങ്ങളെല്ലാം നോക്കി നടക്കും. വൈഫും ആണെങ്കിലും ഞാൻ എവിടെയെല്ലാം പോകണമെന്നുണ്ടെങ്കിലും പൂർണ്ണ സപ്പോർട്ടുണ്ട്. എൻ്റെ 2 മക്കളുണ്ട്, അവരും. അപ്പോൾ ഇളയ മകൻ ഇവിടെയുണ്ട്, മൂത്തയാൾക്ക് ജോലിയായി കണ്ണൂരാണ്. അപ്പോൾ എൻ്റെ കുടുംബം എന്നെ ഞാനാക്കുന്നതിൽ വളരെ പങ്കുവഹിച്ചു. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം
ചുരുളി SNUP സ്കൂൾ എന്ന് പറയുന്ന ഈ സ്കൂള് എന്നെ ഞാനാക്കി മാറ്റുന്നതിൽ, ഒരു അധ്യാപകനാക്കി മാറ്റുന്നതിൽ വളരെ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികള്, അധ്യാപകര്, ഇവരെല്ലാം എനിക്ക് അന്ന് തന്ന സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഉയരങ്ങളിൽ എത്താൻ കഴിഞ്ഞത്. എനിക്കറിയാം, വിദ്യാഭ്യാസ മേഖലയിൽ ഞാൻ പഠിച്ചു തീർന്ന ഹിന്ദി ഭൂഷൺ കഴിഞ്ഞ് സാഹിത്യാലയ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് ജോലി കിട്ടി. അന്ന് അച്ഛൻ ശാഖയുടെ കമ്മിറ്റിയിലുണ്ടായിരുന്നു. ഹിന്ദിയുടെ അഡീഷണൽ പോസ്റ്റ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഹിന്ദി ഭൂഷൺ തന്നെ മതിയായിരുന്നു എനിക്ക് കയറാൻ. അപ്പോൾ അതനുസരിച്ച് കയറി. അതിനുശേഷമാണ് ഞാൻ ഹിന്ദി ഭൂഷണിന് ശേഷം സാഹിത്യാചാര്യം ചെയ്തു, BA ചെയ്തു, MA ഹിന്ദി കഴിഞ്ഞു, സംസ്കൃതത്തിൻ്റെ ഒരു കോഴ്സ് കഴിഞ്ഞു, ഹിന്ദി സംസ്ഥാന ആഗ്രയുടെ ഹിന്ദിയുടെ ഒരു കോഴ്സ് കൂടെ കഴിഞ്ഞു. ഇതെല്ലാം എനിക്ക് ജോലി കിട്ടിയതിന് ശേഷം തുടർന്നുള്ള പ്രവർത്തനങ്ങളാണ്. ഇതിനെല്ലാം എൻ്റെ വീട്ടുകാർ പൂർണ്ണ സപ്പോർട്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ഇത്രയും യുദ്ധങ്ങൾ നേടിയെടുക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിൽ പോയാൽ ഞാൻ 89 ഇവിടെ സർവീസിൽ കയറുമ്പോൾ വളരെ ചെറിയ പ്രായമാണെങ്കിൽ പോലും അന്ന് EK നായനാരുടെ കാലത്ത് സാക്ഷരത എന്ന് പറയുന്ന ഒരു പരിപാടിയുടെ മാസ്റ്റർ ട്രെയിനറായിട്ട് എന്നെ നിയമിച്ചു. കാരണം എനിക്കറിയാം, കാരണം അധ്യാപകനായിട്ട് ജോലി കയറിയുള്ളൂ. വളരെ ചെറുതാണെങ്കിൽ പോലും എനിക്ക് ആ തസ്തിക തന്നുകൊണ്ട് ഈ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെയും വാഴത്തോപ്പ് പഞ്ചായത്തിലെയും ഒരു ചുമതല തന്നു. അപ്പൊ ഞാൻ അന്നും തൊട്ടേ, അതിനു മുമ്പേ ശാസ്ത്ര സാഹിത്യ പരിശുദ്ധവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. മണിക്കൂട്ടനൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ മണിക്കൂട്ടനൊക്കെ. അപ്പൊ ഇങ്ങനെ വന്നതുകൊണ്ട് എനിക്ക് ഈ സാക്ഷരതയുടെ മാസ്റ്റർ ട്രെയിനറായിട്ട് പല പഞ്ചായത്തുകളിൽ പോയി അവിടുത്തെ അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കാൻ കഴിഞ്ഞു, അധ്യാപകരാക്കിയെടുക്കാൻ ആളുകളെ കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ആ വിദ്യാഭ്യാസ മേഖലയിൽ വർക്ക് ചെയ്തിരുന്ന സമയത്താണ് വിദ്യാഭ്യാസത്തിൽ സമഗ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് QAP എന്ന് പറയും, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം 1991-92 കാലഘട്ടത്തിൽ തുടങ്ങി. ഞാൻ അതിൻ്റെയും ട്രെയിനറായി മാറ്റി. എങ്ങനെയോ ഭാഗ്യം കൊണ്ട് അവിടെ ചെല്ലുന്ന വേദിയിൽ ചിലപ്പോൾ ചില ഉറക്കെ പറഞ്ഞിട്ടുണ്ടാവാം. കാരണം അല്ലെങ്കിൽ പൂർവ്വം ആരെങ്കിലും എന്നെ പരിചയമുള്ളവരുണ്ടാവാം. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാമിന്റെ ട്രെയിനറായിട്ട്, ഹിന്ദിയുടെ ട്രെയിനറായിട്ട് എന്നെ വെച്ചു. അങ്ങനെ പോകുന്ന അവസരത്തിലാണ് 97 കാലഘട്ടത്തിൽ DPEP എന്ന് പറയുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം കേരളത്തിൽ വന്നത്. അങ്ങനെ DPEPയിലെ ഇടുക്കി ജില്ലയിലെ ട്രെയിനറായിട്ട് എന്നെ അവിടെയും നിയമിച്ചു. പക്ഷെ ഇതെല്ലാം ചെയ്തെങ്കിൽ പോലും ഞാൻ സ്കൂളിന്റെ സമയം കളയാതെ തന്നെ നോക്കിക്കൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ DPEPയിലെ ട്രെയിനറായിട്ട് ഇങ്ങനെ വരുന്ന അവസരത്തിലാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പേര് SSK എന്നായി മാറി. SSA, സർവശിക്ഷ അഭിയാൻ. ആ സർവശിക്ഷ അഭിയാന്റെ കീഴിലാണ് എനിക്ക് ഒട്ടേറെ പരിശീലനങ്ങൾ നേടാനും മറ്റു പ്രവർത്തനങ്ങളോടും വീണ്ടും അവസരം ലഭിച്ചു. അതിൻ്റെ ജില്ലയിലെ റിസോഴ്സ് പേഴ്സണായിട്ടാണ് ആദ്യം തുടക്കം കുറിച്ചത്. ഇടുക്കി ജില്ലയിലെ എല്ലാ സബ് ജില്ലകളിലും പോയി. അതെൻ്റെ അമ്മാവനും ഹിന്ദി അധ്യാപകനായിരുന്നു കഞ്ഞിക്കുഴിയിൽ. ഞാനും അമ്മാവനും കൂടെ കൂടിയാണ് ഈ ഇടുക്കി ജില്ലയിലെ എല്ലാ സബ് ജില്ലകളിലും ഹിന്ദി അധ്യാപകർക്ക് ട്രെയിനിങ് നൽകിയിരുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് എല്ലാവരും പരിചയപ്പെട്ട് അങ്ങനെ ഒരു സൗഹൃദം ഉണ്ടാക്കാൻ കഴിയും. അതിനുശേഷം SSAയുടെ പേരിൽ സ്റ്റേറ്റിലെ റിസോഴ്സ് ഗ്രൂപ്പിൽ എന്നെ ഉൾപ്പെടുത്തി. SSAയുടെ സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പിൽ സംസ്ഥാന തലത്തിൽ ഉള്ള അധ്യാപക പരിശീലനത്തിന് നടക്കുന്ന ക്യാമ്പിലോട്ട് എന്നെ ക്ഷണിച്ചു. അപ്പൊ ഈ കഴിഞ്ഞ അവധിക്കാലം കൂടി ഞാൻ അധ്യാപക പരിശീലനത്തിന്റെ സംസ്ഥാന ക്യാമ്പിൽ പങ്കെടുക്കുകയും ജില്ലയിലെ അധ്യാപകർക്ക് RPമാർക്ക് പരിശീലനം നൽകാനുള്ള ഭാഗ്യവും എനിക്ക് ലഭിക്കുകയുണ്ടായി. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ അത് കൂടാതെ തന്നെ കേരളത്തിൽ നിന്ന് ആഗ്രയിലേക്ക് അയച്ച് SSAയുടെ പ്രവർത്തനങ്ങളെ വിശദമായി ഹിന്ദിയുമായി കൂടുതൽ ബന്ധപ്പെടാൻ വേണ്ടി 32 അധ്യാപകരെ ഗവൺമെന്റിന്റെ ചെലവിൽ ആഗ്രയിൽ അയച്ചു 15 ദിവസത്തേന്. ആ ടീമിൽ ഇടുക്കി ജില്ലയിൽ നിന്ന് 2 പേര് പോയതിൽ ഒരാളായിട്ട് എന്നെ തിരഞ്ഞെടുക്കുകയും എനിക്ക് ആഗ്രയിൽ 15 ദിവസത്തെ പരിശീലനം, അങ്ങനെയാണ് ഞാൻ ആഗ്ര ഹിന്ദി സംസ്ഥാനത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റ് നേടുന്നത്. അതുപോലെ തന്നെ ഡൽഹിയിൽ പോയി 5 ദിവസം ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്താനും SSAയുടെ ചെലവിൽ നടന്നു എന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നു. അപ്പൊ ഇതിനെല്ലാം വീട്ടിൽ നിൽക്കുമ്പോഴും അമ്മയും ഭാര്യയും മക്കളും ഒക്കെ പൂർണ്ണമായും സഹകരിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ട് എനിക്ക് ഇതെല്ലാം ഈസിയായി തോന്നാൻ തുടങ്ങി. അങ്ങനെ സംഘടനാ രംഗത്ത് വന്നാൽ യൂണിറ്റ് കൺവീനർ എന്ന് തുടങ്ങി ബ്രാഞ്ച് സെക്രട്ടറി തുടങ്ങി ജില്ലാ
കമ്മിറ്റിയുടെ ഏരിയയുടെ സെക്രട്ടറി എന്ന നിലയിൽ തുടങ്ങി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായും ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും സംസ്ഥാന കൗൺസിലായും ഇപ്പോൾ ഞാൻ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംഘടനയുടെ വിവിധ തലങ്ങളിൽ എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു, വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ SNDPയുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റിന്റെ അംഗമായതുകൊണ്ട് എനിക്ക് ഉയർന്ന തലത്തിലോട്ട് പോകാൻ നിർബന്ധിക്കുന്നു. എങ്കിൽ പോലും ഞാൻ പോകുന്നില്ല, അങ്ങനെ പോകാൻ കഴിയില്ലാത്തതുകൊണ്ട് ഞാൻ പോണില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും താഴെ ഉള്ള കുടുംബയോഗങ്ങളിൽ മാത്രമാണ്. എനിക്ക് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ നാമധേയത്തിലുള്ള ഈ സ്കൂളിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. വിദ്യ കൊണ്ട് പ്രവൃത്തിരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് പറഞ്ഞ ആ മഹാഗുരുവിന്റെ പ്രബോധനങ്ങൾ എൻ്റെ മനസ്സിൽ ഇന്നും ഉള്ളത് കൊണ്ട് ഞാൻ വിദ്യ നൽകുന്നതിൽ, എൻ്റെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതിൽ എനിക്ക് ഒരു കുറവും തോന്നിയിട്ടില്ല. പറ്റുന്നേത്രയും ഏതവസരത്തിലും ഞാൻ അവർക്ക് എൻ്റെ വിജ്ഞാനം പകർന്നു നൽകാൻ ഇട നൽകിയിട്ടുണ്ട്. അതാണ് വിദ്യാഭ്യാസ മേഖലയിൽ. വിദ്യാഭ്യാസ മേഖലയിൽ വരുമ്പോൾ എൻ്റെ സഹപ്രവർത്തകർ, ഇതിനു മുമ്പുണ്ടായിരുന്ന അധ്യാപകർ, സ്കൂളിൽ നിന്ന് ചില ദിവസങ്ങളിൽ SSCയുടെ ജില്ലാ റിസോഴ്സ് ട്രെയിനിങ്ങിന് പോകേണ്ടി വരുന്ന അവസരത്തിൽ ഞാൻ പോകാതിരിക്കാൻ തുടങ്ങുമ്പോൾ പോലും ഇവിടെ വന്ന പല ടീച്ചേഴ്സും സാർ പൊക്കോ, ഞങ്ങൾ ക്ലാസ് കൈകാര്യം ചെയ്തോളാന്ന് പറയുന്നു. ഇപ്പോഴുള്ള അധ്യാപകരും അതുപോലെ തന്നെ. ഞാൻ ആദ്യം ചോദിക്കും, നിങ്ങൾ ഇന്ന ദിവസം ഉണ്ടോ? ഉണ്ടെങ്കിലേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറയുമ്പോൾ സാർ പൊക്കോ, ഞങ്ങൾ കൈകാര്യം ചെയ്തോളാന്ന് പറഞ്ഞു. ഇതാണ് ഞാനാക്കി മാറ്റുന്നതിൽ എൻ്റെ സഹപ്രവർത്തകർ വഹിക്കുന്ന പങ്ക്. അവിടെയാണ് എൻ്റെ സന്തോഷം. അപ്പൊ അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിലും സാംസ്കാരിക മേഖലയിലും ഒക്കെ ഒട്ടേറെ അവസരങ്ങളിലൂടെ പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചത് ഈ സ്കൂളിൽ വന്നതുകൊണ്ടാണ് എന്നാണ് ഞാൻ ആദ്യം കരുതുന്നത്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ നാമധേയത്തിലുള്ള ഈ സ്കൂള്, ഇവിടുത്തെ വിദ്യാർത്ഥികൾ കലക്ഷക സൂചിപ്പിച്ചതുപോലെ തന്നെ അന്നത്തെ വിദ്യാർത്ഥികൾ അടികൊണ്ടിട്ടുണ്ട്. അന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം അങ്ങനെയായിരുന്നു. പക്ഷേ ഇന്ന് ഓരോ കുട്ടിയും വന്ന് പറയുന്നത് സാറിൻ്റെ അടി, സാറിൻ്റെ നുള്ള്, ഇതൊക്കെ ഞങ്ങൾക്ക് നല്ല അനുഭവമായിരുന്നു എന്ന് പറഞ്ഞു വരുമ്പോൾ അവരുടെ ആ സ്നേഹം, അതാണ് എനിക്ക് ആവശ്യം. അതാണ് ഞാൻ നേടിയെടുത്ത ഏറ്റവും വലിയ ഒന്ന്. അതാണ് ഞാൻ കരുതുന്നത്. കാരണം അടി കൊണ്ട് വളർന്ന കുട്ടി അവരാണ് വിളയുന്നത്. കാരണം അതാണ് അതിൻ്റെ വിദ്യാഭ്യാസത്തിൽ. ഇന്നിപ്പോൾ ഇവിടെ എല്ലാവരും സംസാരിച്ചു, വിദ്യാഭ്യാസത്തിന് മൂല്യശേഷം ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെ ആക്കി മാറ്റി? നമ്മുടെ സമൂഹമാണ് ആക്കി മാറ്റിയത്. കുട്ടികളെ നോക്കാൻ പാടില്ല, സഹായിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദോഷം, അവരോട് തെറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ സമൂഹം ഇത് തരുന്നു എന്ന രീതിയിൽ ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ മൂല്യശോഷണം അത് മാറേണ്ടതാണ്. നമുക്കറിയാം, ഹൈസ്കൂളും ഹയർ സെക്കൻഡറി മേഖലയിൽ കുട്ടികൾ തമ്മിൽ തല്ലുന്നു. തല്ലരുതെന്ന് ഒരു അധ്യാപകൻ പറയാൻ പറ്റാത്ത അവസ്ഥ. കഴിഞ്ഞ ദിവസം കോടതി ഏതായാലും സൂചിപ്പിച്ചു, അധ്യാപകർക്ക് കുട്ടികളെ ശിക്ഷിക്കുന്നതിൽ, പഠന കാര്യങ്ങൾ അവരെ നേർവഴിക്ക് നയിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന്. അത് വളരെ നല്ല കാര്യമാണ്. ഇനി കുറെ കൂടി നമ്മൾ മാറേണ്ടതുണ്ട്. എങ്ങനെ? കുട്ടികളുടെ ബാഗ് പരിശോധിക്കുകയും. കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രസംഗം കേട്ടു IAS ഋഷിരാജ് സിംഗിന്റെ. എന്താണ് അദ്ദേഹം പറഞ്ഞതെന്നറിയാമോ? ഈ തലമുറ, ഈ സമൂഹം ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമമായി മാറുന്നത് അത് നല്ല സ്കൂളിൽ നിന്ന് ഇങ്ങനെ ശിക്ഷണം നൽകിയാൽ അവർ മാറുമായിരുന്നു. അവരുടെ ബാഗ് പരിശോധിക്കുക. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. കുട്ടികൾ പറയും, ഇവൻ എന്തെങ്കിലും അനുകൃതമായി കൊണ്ടുവന്നു പറയുമ്പോൾ ബാഗ് പരിശോധിച്ച് അവനെ കളിയാക്കാനല്ല, നീ ഇത് ആവർത്തിക്കരുത് മോനെ എന്ന് പറയുമ്പോൾ അത് കേൾക്കുമായിരുന്നു. നല്ലൊരു സമൂഹമായിരുന്നു. ഇന്ന് കാലം മാറി, അവർക്ക് കുറേയേറെ അവകാശങ്ങൾ നേടിയെടുക്കുമ്പോൾ അവരുടെ കടമ മറന്നു പോകുന്നതിലേക്ക് വരുന്നു. ഇത് മാറേണ്ടതുണ്ട്. സമൂഹം മാറി ചിന്തിക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഈ സമൂഹം നല്ലൊരു മാറ്റത്തിലേക്ക് ചിന്തിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അതിന് പര്യാപ്തമായ തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ, അതുപോലെ തന്നെ ശിശു വിഭാഗത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ, ഇതെല്ലാം സമൂഹത്തിൽ ഇന്ന് ആവശ്യമായി വന്നിരിക്കുന്നു. പണ്ട് നമുക്ക് ഇരുട്ടത്ത് തിരി കത്തിച്ചാൽ മതിയായിരുന്നുവെങ്കിൽ തിരി കെടാതെയുള്ള ഒരു നിയമനിർമ്മാണം മതിയെങ്കിൽ, ഇന്ന് സമൂഹത്തിലെ ഇന്റർനെറ്റും അതുപോലെ തന്നെ പുതിയ പുതിയ ചാറ്റിങ്ങും ഒക്കെ വന്നപ്പോൾ അതനുസരിച്ചുള്ള നിയമനിർമ്മാണം നമ്മുടെ സമൂഹം ഏറ്റെടുക്കേണ്ടതാണ് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹം, PTA കമ്മിറ്റിയും മാതൃസംഗമവും വർഷങ്ങളായി PTA ഇതിന്റെ ചാർജ് വഹിക്കുന്ന അധ്യാപകൻ എന്ന നിലയിൽ ഇവരുമായിട്ട് എല്ലാം നല്ല ബന്ധം സ്ഥാപിച്ചെടുക്കാൻ PTAയുടെയും മതസംഘത്തിലെയും കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ തന്നെ ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ തന്നെ ഇന്ന് PTAയുടെയും മതസംഘത്തിലെയും ഈ കമ്മിറ്റിയിൽ ഇവിടെയുണ്ട്. നമ്മളെ ലളിതമായ രീതിയിൽ നടത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ട് പോരാ, നമുക്ക് ഉള്ള രീതിയിൽ തന്നെ നടത്തണമെന്നാണ് അവർ പറഞ്ഞാണ് വീണ്ടും ഇത്രയും വിപുലമായ രീതിയിലൂടെ നമുക്ക് ഈ വാർഷികാഘോഷ പരിപാടികൾ നടത്താൻ കഴിഞ്ഞത്. അങ്ങനെ ഞാൻ പറഞ്ഞു, കുട്ടികളുടെ കൂടുതൽ പരിപാടികൾ നടത്തണം, അങ്ങനെ അവരെ സ്റ്റേജിൽ കയറ്റണം.
അവരുടെ കടമ അവരെ നല്ല നാളേക്ക് മാറ്റണം. ഇവിടുത്തെ റിപ്പോർട്ട് അവതരണത്തിൽ നിങ്ങൾ കണ്ടല്ലോ, നമ്മുടെ സ്കൂളിൽ നടക്കാത്ത പരിപാടികൾ ഏതാണുള്ളത്. നല്ല മികച്ച പരിപാടികൾ ഇവിടെ നടത്താൻ നല്ല സഹപ്രവർത്തകർ ഇവിടെയുണ്ട്. ഹെഡ് മാസ്റ്റർ ദീപ ടീച്ചറുടെ നേതൃത്വത്തിലുള്ള നല്ലൊരു സംഘമോടെയുണ്ട്. അതുപോലെ തന്നെ ഇതിന് പറയുമ്പോൾ കേൾക്കുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികളെല്ലാം ഈ ചുരുളി SNUP സ്കൂളിന്റെ ഒരു മുതൽക്കൂട്ടാണ്. അപ്പോൾ സാങ്കേതികമായി ഞാൻ ഈ അധ്യയന വർഷം റിട്ടയർ ആവുന്നു എങ്കിൽ പോലും ഇവിടുത്തെ അധ്യാപകരെ എനിക്ക് മറക്കാൻ കഴിയില്ല. കാരണം അവരോടൊപ്പം നിന്നുകൊണ്ട് ഈ സ്കൂളിലെ കുട്ടികൾ വർദ്ധിക്കണം. നമ്മുടെ സമൂഹം മാറി ചിന്തിക്കണം. നല്ല ഇത്രയും പ്രവർത്തനം നടത്തുമ്പോൾ തങ്ങളുടെ കുട്ടികളെ ഇവിടെ വിടുന്നതല്ലേ, അയൽവക്കത്തെ സ്കൂൾ എന്ന സംവിധാനത്തിലേക്ക് നമ്മൾ വരണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ മാതൃകാപരമായി വരിക എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ ഓരോ കുട്ടിയും അവരുടെ എത്ര കഴിവുകളും സമ്മാനങ്ങളുമാണ് ഇവിടെ നേടുന്നത്. നിങ്ങൾ ചിന്തിക്കുക, മറ്റൊരു വിദ്യാലയത്തിൽ ഇല്ലാത്തതുപോലെ മുഴുവൻ കുട്ടികൾക്കും, ഈ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സമ്മാനങ്ങൾ കൊടുക്കുവാനും അവർക്കതിനെ പ്രാപ്തരാക്കാനും ഇവിടുത്തെ അധ്യാപകർ സമർത്ഥരാണ് എന്നത് തെളിവാണല്ലോ ഇവിടെ കണ്ട മെഡൽ വിതരണവും സമ്മാന വിതരണവും. അതുകൊണ്ട് വരുന്ന നാളുകളിലേക്ക് നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടാതെ തന്നെ ചുരുളി SNUP സ്കൂളിലേക്ക് നിങ്ങളുടെ കുട്ടികളെയും നിങ്ങളുടെ ബന്ധുക്കളുടെ കുട്ടികളെയും പറഞ്ഞയക്കണം. അറിയാവുന്നവരോട് പറഞ്ഞ് നമ്മുടെ ഈ വിദ്യാലയത്തെ വളരെ മികവുറ്റ രീതിയിലാക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി ഇവിടെ എനിക്ക് തന്ന സേവനത്തിനും എൻ്റെ വീട്ടുകാരോടുള്ള നന്ദി പ്രകടനത്തിനും എല്ലാം ഇവിടെ തന്ന ഈ യാത്രയപ്പ് യോഗത്തിനും എല്ലാത്തിനും ഒരിക്കൽ കൂടി ഇവിടുത്തെ എൻ്റെ സഹപ്രവർത്തകരെയും ഇതിൻ്റെ PTA-യുടെയും മാതൃസംഘത്തിൻ്റെയും അംഗങ്ങളെയും ഓരോരുത്തരെയും എൻ്റെ കുട്ടികളെയും, ആ കുട്ടികളാണ് നിങ്ങളിവിടെ പഠിക്കുന്നവരാണ് നാളെയുടെ വാഗ്ദാനങ്ങൾ. നാളെ ഈ സ്കൂളിൽ നിന്ന് പോകുമ്പോൾ നിങ്ങൾ വഴി കണ്ടു കഴിയുമ്പോൾ സാറേ എന്ന് വിളിക്കുക, നമസ്തേജി എന്ന് പറയുക. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന്. അത് നിങ്ങൾ എനിക്ക് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഈ പരിപാടിയുടെ നന്ദി അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട ലോക അധ്യക്ഷൻ ശ്രീ PG മണിക്കുട്ടൻ, ഉദ്ഘാടകനായി എത്തിച്ചേർന്നിരുന്ന ശ്രീ സുരേഷ് കോട്ടയ്ക്കകത്ത്, വേദിയിൽ സദസ്യരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഏറെ പ്രിയപ്പെട്ട കുട്ടികൾ, നാം ഏവരും ഇവിടെ ഒന്നുചേർന്നിരിക്കുന്ന നമ്മുടെ സ്കൂളിൻ്റെ 46ാം വാർഷികാഘോഷത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതും ബഹുമാനമർപ്പിക്കുന്നതുമായ പ്രകാശ് സാറിൻ്റെ ഏകമായാണ് ഈ വേദി കൃതജ്ഞത അറിയിക്കുക എന്നാണ് എൻ്റെ കർത്തവ്യം. എൻ്റെ കർത്തവ്യം. ആദ്യമായി യോഗത്തിൻ്റെ അധ്യക്ഷത പദവി അലങ്കരിക്കുന്ന നമ്മുടെ ഏറെ സുരക്ഷിതനായ PTA പ്രസിഡന്റ് ശ്രീ PG മണിക്കുട്ടൻ നന്ദി അറിയിക്കുന്നു. സ്കൂൾ വാർഷികം ഉദ്ഘാടനം നിർവഹിച്ച SNDP യൂണിയൻ ഇടുക്കി സെക്രട്ടറിയും സ്കൂൾ ലോക്കൽ മാനേജറുമായ ശ്രീ സുരേഷ് കോട്ടയ്ക്കകത്ത് അവർക്ക് നന്ദി അറിയിക്കുന്നു. എഡ്യൂഫെസ്റ്റിന്റെ ഭാഗമായി നമ്മുടെ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും സമ്മാനം സ്പോൺസർ ചെയ്യുകയും എഡ്യൂഫെസ്റ്റിന്റെ പരിപാടി നടത്തുകയും ചെയ്ത SNDP യൂണിയൻ സ്കൂളുകളുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ സെക്രട്ടറി ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചതാണ്. ഞാൻ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. ശ്രീ PG ബാബു സാറിന് നന്ദി അറിയിക്കുന്നു. മുഖ്യ പ്രഭാഷണം നിർവഹിച്ച വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ MM പ്രദീപ് സാറിന് നന്ദി അറിയിക്കുന്നു. ആശംസകൾ അർപ്പിക്കുന്നതിനായി എത്തിയിട്ടുള്ള ശാഖാ പ്രസിഡന്റ് ശ്രീ ഹരീഷ് രാജു വിൽപ്പൻ, ശാഖാ സെക്രട്ടറി ശ്രീ MM ഷൺമുഖദാസ്, യൂണിയൻ കൗൺസിലർ ശ്രീ മനീഷ് കുടിക്കകത്ത്, വാർഡ് മെമ്പർ ശ്രീമതി അനീത് ജോഷി, MPTA ചെയർപേഴ്സൺ ശ്രീമതി ശശികല സന്തോഷ്, സ്കൂൾ ലീഡർ മാസ്റ്റർ അർജുൻ എന്നിവർക്കും നന്ദി അറിയിക്കുന്നു. റിപ്പോർട്ട് നടത്തി അവതരിപ്പിച്ച നമ്മുടെ സ്കൂളിലെ പ്രഥമാധ്യാപികയായ ജെയിനി ടീച്ചറിന് നന്ദി അറിയിക്കുന്നു. സ്വാഗത പ്രസംഗം നടത്തിയ നന്ദി ടീച്ചർക്ക് നന്ദി അറിയിക്കുന്നു. സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്ന PTA MPTA കമ്മിറ്റികൾക്കും നന്ദി അറിയിക്കുന്നു. സഹപ്രവർത്തകർക്കും ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന രക്ഷിതാക്കൾക്കും മറ്റ് സ്റ്റാഫുകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിനായി ലൈറ്റും സൗണ്ടും ഈ സ്റ്റേജ് അലങ്കരിച്ചെന്ന സ്നേഹ സൗണ്ട് അഡ്വക്കേറ്റ്സിനും നന്ദി രേഖപ്പെടുത്തുന്നു. പേരെടുത്ത് പറയാൻ വിട്ടുപോയതിനെ ക്ഷമിക്കുക. പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപകരായ ജോൺസൺ സാർ, നേരത്തെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി.
വാർഷികാഘോഷ പരിപാടികൾ ഗംഭീരമായി പൂർത്തീകരിക്കുവാൻ സാധിച്ചിരിക്കുന്നു. നിങ്ങളേവരും ദർശിച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ കുഞ്ഞുമിടുക്കർ എത്ര മനോഹരമായാണ് ഓരോ പരിപാടികളും അവതരിപ്പിച്ചതെന്ന്. ഇതിന്റെ ക്രെഡിറ്റ് പോകുന്നത് നിങ്ങൾ രക്ഷിതാക്കൾക്കും ഇവിടുത്തെ അധ്യാപകർക്കും കുഞ്ഞുമക്കൾക്കും തന്നെയാണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും നമ്മുടെ കുട്ടികളുടെ ഓരോ കഴിവും മാറ്റുരച്ചു കൊണ്ടുവരുവാൻ ചുരുളി SNVP സ്കൂളിന് സാധിക്കുന്നുണ്ട്. അതിന്റെ തെളിവാണ് ഇന്നിവിടെ നടന്ന ഓരോ നൃത്തരൂപങ്ങളും ഓരോ ഗാനാലാപനവും. ഈ കഴിവ് ഇനിയും വികസിപ്പിക്കാൻ ഈ സർവേശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്നും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ചുരുളി സ്കൂളിന്റെ ഉന്നമനത്തിന് വേണ്ടി ഉണ്ടാകുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ 46ാം വാർഷികാഘോഷം വളരെ ഗംഭീരമാക്കുവാൻ സഹായിച്ച രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും എൻ്റെ സഹപ്രവർത്തകർക്കും കുഞ്ഞുമക്കൾക്കും PTA MPTA അംഗങ്ങൾ എല്ലാവർക്കും അവരുടെ അകമഴിഞ്ഞ സേവനം എടുത്തു പറയത്തക്കതാണ്. അവരില്ലെങ്കിൽ ഞങ്ങളില്ല എന്നത് തന്നെയാണ് ഒരു വാസ്തവം. ഈ വേളയിൽ അവർക്ക് കൂടി പ്രത്യേകം സ്നേഹം അറിയിക്കുന്നു. നന്ദിയേക്കാളുപരി സ്നേഹമാണ് അറിയിക്കുവാനുള്ളത്. വരും വർഷങ്ങളിലും ചുരുളി സ്കൂൾ അതിന്റെ യശസ്സിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതോടൊപ്പം ഈ പരിപാടി നല്ല ഭംഗിയായി അവതരിപ്പിച്ച എല്ലാ കുഞ്ഞുമക്കൾക്കും സന്തോഷം അറിയിക്കുന്നു. ഈ അവസരത്തിൽ നമ്മുടെ 2 രക്ഷിതാക്കൾ പ്രത്യേകമായി കലാരൂപം അവതരിപ്പിക്കുകയുണ്ടായി. അവർക്ക് 2 പേർക്കും ഫ്ലെമിക്കും ജോസിനും പ്രത്യേകം സ്നേഹം അറിയിച്ചുകൊള്ളുന്നു. ഇനിയുള്ള ഓരോ ദിവസങ്ങളും നമ്മുടെ സ്കൂളിന്റെ ഉന്നമനത്തിനായി നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.